എല്ലാവരും സുരക്ഷിതരായ ഭവനങ്ങളിൽ തന്നെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം 2 വീടുകൾ പരിശോധിക്കുകയുണ്ടായി. ഒന്ന് ബെൽജിയത്തും മറ്റൊന്ന് ബ്രസീലിലും. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പരിഗണിക്കുക. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭാരതത്തിലെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ നിറഞ്ഞ ഗോവയിലുള്ള ഒരു മനോഹരമായ വീടാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും മിയാൽന ഡ്രീം ഹോംസിലേക്ക് സ്വാഗതം. കിരൺപാനി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ വീട് പണി കഴിപ്പിച്ചത് 2000-ലാണ്. ഇതിൻ്റെ വാസ്തുശില്പി എന്ന് പറയുന്നത് മെറ്റ് ലാംഗെയാണ്. ഇന്ത്യയിലെ ഒരു പഴയ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായ ഗോവയിൽ ഡാനിഷ് വാസ്തുശില്പി മെറ്റ് ലാംഗെ 10 വർഷത്തോളം യാത്ര ചെയ്ത് പ്രാദേശിക വാസ്തുവിദ്യ പഠിച്ച ശേഷം തൻ്റെ കുടുംബത്തിനായി ഒരു വീട് രൂപകൽപ്പന ചെയ്തു. നടുമുറ്റങ്ങൾക്കുള്ള പാരമ്പര്യങ്ങളും വലിയ മനോഹരമായ താഴ്ന്ന ഓടുമേഞ്ഞ മേൽക്കൂരകളാൽ പൊതിഞ്ഞ വലിയ പൂമുഖങ്ങളും സൂര്യനിൽ നിന്ന് തണലും കനത്ത മഴയ്ക്ക് അഭയവും നൽകുന്നു. ഗോവൻ വീടുകൾ പലപ്പോഴും ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പ്രാദേശിക ചുവന്ന വെട്ടുകല്ലിൽ നിന്നാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഗോവയുടെ ചുവന്ന മണ്ണിൻ്റെ അതേ നിറമാണ് ഇവയ്ക്ക്. കിരൺപാനിയുടെ സൃഷ്ടാവായ ലാംഗെ ഗോവൻ പാരമ്പര്യങ്ങൾ തൻ്റെ ഭവന നിർമ്മാണ മാതൃകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇവ വളരെ ലളിതവും വ്യത്യസ്തവുമായി ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ഗോവയിലുള്ള ഈ വീടിനെ കിരൺപാനി എന്നാണ് വിളിക്കുന്നത്. അതായത് ജലരശ്മി എന്നാണ്. കാരണം പർവ്വതത്തിന് ചുവട്ടിൽ ഒരു നീരുറവയുണ്ട്. അവയിൽ നിന്നാണ് ഈ വീടിന് ജലവിതരണം ലഭിക്കുന്നത്. ടെറാക്കോൾ നദിയിൽ നിന്ന് ഏകദേശം 40 മീറ്റർ ഉയരത്തിലുള്ള ഒരു കുന്നിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ ഗോവൻ വീടായി തോന്നിക്കുന്നു. നിലവിലുള്ള ഭൂപ്രദേശത്തിനനുസരിച്ച് വീട് ശ്രദ്ധാപൂർവം സ്ഥാപിച്ചത് വലിയ മരങ്ങൾ സംരക്ഷിക്കാനുള്ള ആഗ്രഹത്തോടെയാണ്. ഇവ സൂര്യനിൽ നിന്ന് തണലും മണ്ണിനെ നിലനിർത്തുകയും ചെയ്യുന്നു. വീടിന് മുകളിലുള്ള പാതയിൽ നിന്നൊരാൾ വസ്തുവിലേക്ക് പ്രവേശിക്കുമ്പോൾ കാട്ടിലെ സസ്യങ്ങൾക്കും ചെറിയ കെട്ടിടങ്ങൾക്കുമിടയിൽ താഴത്തെ നിലയിൽ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ വീട് പാതയിൽ നിന്ന് അദൃശ്യമാണ്. വൃത്താകൃതിയിലുള്ള പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് വെട്ടുകല്ലുകൊണ്ടുള്ള ഒരു വലിയ മതിലും മങ്ങിയ ചില്ലുകൾ കൊണ്ടുണ്ടാക്കിയ വളരെ കുറച്ച് തുറസ്സുകളുമാണ്. ഇവയെല്ലാം പ്രാദേശിക ഗോവൻ രീതിയിലാണ് ഉള്ളത്. പ്രവേശന കവാടത്തിന്റെ വലതുവശത്ത് ഒരു ചെമ്പക മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് ഉച്ചതിരിഞ്ഞ് വലിയ ചുവരിൽ മനോഹരമായ നിഴലുകൾ പതിക്കുകയും പ്രധാന വാതിലിന് മുമ്പിൽ വെളുത്ത പൂക്കൾ ഇടുകയും ചെയ്യുന്നു. കാലവർഷ വെള്ളത്തിനായി മൺകല്ലിൽ നിർമ്മിച്ച ഒരു വലിയ കിണർ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. പാലത്തിലൂടെയാണ് ഒരാൾ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓടുമേഞ്ഞ മേൽക്കൂര കൊണ്ട് പൊതിഞ്ഞ ഒരു വലിയ തട്ടിലേക്ക് പാലം നയിക്കുന്നു. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൂടിൽ നിന്ന് തണുപ്പിലേക്കും മണ്ണിൽ നിന്ന് കാട്ടിലേക്കും മാറുന്നത് അനുഭവപ്പെടുന്നു. മാത്രമല്ല നദിക്കരയിൽ പർവ്വതങ്ങളും ചരിവുകളുടെ അവസാനത്തിൽ കണ്ടൽക്കാടുകളും കാണാം.
വീട് എന്നത് മൂടി ഒരു വലിയ തട്ട് മാത്രമാണ്. ഒരു വലിയ മതിലിനൊപ്പം നിരവധി കലവറകളും ലളിതവും ആശയപരവുമായ രൂപരേഖയും ഇവയ്ക്കുണ്ട്. ഇവ കിടപ്പുമുറികളെയും അടുക്കളയും ബന്ധിപ്പിക്കുന്നു, കൂടാതെ മതിലിന് നല്ല ദൃഢതയും നൽകുന്നു. കിടപ്പുമുറികൾ പകുതിയടച്ച തടിമതിലുകളാണ്. അവ പ്രാദേശിക കെട്ടിട ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയും സ്വാഭാവിക വായുസഞ്ചാരം പ്രാപ്തമാക്കുന്നവയുമാണ്. വീടിന്റെ വെടിപ്പുള്ളതും ലളിതവുമായ വരികൾ ഭയപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി ഊഷ്മളവും ഗ്രാമീണവുമായ നിർമ്മാണ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സജീവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ജയ്സാമീറിൽ നിന്നും ഒരു പൊൻനിറമുള്ള മൺകല്ലിലാണ് തറകൾ നിർമ്മിച്ചിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് സുവർണോജ്വലമായി മാറുന്ന ഒരു കല്ല്. അവ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് തിളക്കമേറുന്നു. ചിത്രങ്ങൾക്കും എൻ്റെ വർണ്ണനകൾക്കും അവിടുത്തെ യഥാർത്ഥ മനോഹരമായ അന്തരീക്ഷം പകർത്താൻ കഴിയില്ല. എങ്കിലും ഞങ്ങളൊന്ന് ശ്രമിച്ചു എന്ന് മാത്രം. ഹൃദ്യമായ മറ്റൊരു കലാസൃഷ്ടിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.